അറഫ നോമ്പ് പിടിച്ചിട്ടാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. നോമ്പ് പിടിക്കാൻ പറ്റാത്ത ഉമ്മമാര് എൻ്റെ ക്ലാസ് കേൾക്കുന്നുണ്ട് എങ്കിൽ അവർ വിഷമിക്കേണ്ട. പലരും സങ്കടം പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ന് നോമ്പ് പിടിക്കാൻ പറ്റിയിട്ട്. ഒരു വിഷമവും വേണ്ട. നിങ്ങൾക്കും ഇൻഷാ അള്ളാഹ് ഇന്നത്തെ നോമ്പിൻ്റെ പ്രതിഫലം കിട്ടാനും നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ ഈ അറഫയുടെ പകൽ, ഈ അറഫ ദിനത്തിൻ്റെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ് ഇൻഷാ അള്ളാഹ് അത് നമുക്ക് വിശദമായി കേൾക്കാം. 7 പ്രത്യേകതകളാണ് ഈ അറഫ ദിനത്തിനുള്ളത്. മാത്രമല്ല, ഈ അറഫ ദിനത്തിന്റെ പ്രത്യേകതകൾ, മഹത്വങ്ങൾ, ശ്രേഷ്ഠതകൾ ഒട്ടും ചോരാതെ തന്നെ, ഒട്ടും കുറയാതെ ഒരു 13 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇൻഷാ അള്ളാഹ് അറഫ ദിനത്തിന്റെ മുഴുവൻ ശ്രേഷ്ഠതകളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായി. സോ അത് 13 കാര്യങ്ങളോ വളരെ ചെറുതാണ്, വളരെ ചെറുതാണ്. നമുക്ക് സിമ്പിളായി നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന, നമുക്ക് പറയാൻ പറ്റുന്ന, ചൊല്ലാൻ പറ്റുന്ന അറഫ ദിനത്തിന്റെ പകലിൽ നമ്മൾ ചൊല്ലിയിരിക്കേണ്ട, നമ്മൾ പറഞ്ഞിരിക്കേണ്ട,